നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് വീണ്ടും ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ലൂസ് ടോക്കിലേക്ക് വീണ്ടും ഒരു സ്വാഗതം. നമ്മളിന്ന് വീണ്ടും ഒരു ചെറിയ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി കൂടി ഉണ്ടായല്ലോ BJPക്ക്. അവരെ പറ്റിയുള്ള ഒരു ചെറിയ അവലോകനത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. വളരെ ആലോചിച്ചുകൊണ്ട് BJP കേരളത്തിന് ഒരു മന്ത്രിയെ കൂടി കൊടുത്തു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായി. പക്ഷെ ആരും തന്നെ ആലോചിക്കാതെ അവിചാരിതമായി ഒരു മന്ത്രിയെ കൂടി കേരളത്തിന് കിട്ടി. മന്ത്രിക്ക് വരെ അറിയില്ലായിരുന്നു അദ്ദേഹം മന്ത്രിയാവാൻ പോവുകയാണ് എന്നുള്ളത്. അയാൾ വരെ അറിഞ്ഞിട്ടില്ല. അയാൾ ഡൽഹിയിലേക്ക് സാധാരണ രീതിയിൽ സത്യപ്രതിജ്ഞ കാണുവാൻ തന്നെ പോകണം എന്ന് വിചാരിച്ചിരുന്നില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ അയാളെ വിളിച്ചപ്പോൾ അയാൾ അങ്ങനെ പോയി. അങ്ങനെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ അന്ന് മിനിസ്റ്റർ മുരളിയുടെ കൂടെ പഴയ മിനിസ്റ്റർ മുരളിയുടെ കൂടെ ആയിരുന്നു ഇന്ന് താമസിച്ചിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ബി ജെ പി ഓഫീസിലേക്ക് എത്തുന്നു. അവിടുന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ പറയുകയാണെങ്കിൽ BJPയുടെ 1, 2, 3, 4 എന്നുള്ള ആ ക്രമത്തിലുള്ള നേതാക്കന്മാരിൽ ഒരാളെ കാണാൻ പറഞ്ഞിട്ട് എന്തിനു വേണ്ടി എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ലായിരുന്നു. അവിടെ എത്തുന്നു. അദ്ദേഹം നിങ്ങളെയൊക്കെ ഞങ്ങള് പരിഗണിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ ഒരു ഓർഗാനിക് നേതാക്കന്മാരാണെന്നാ പറഞ്ഞത്. കാരണം യാതൊരു വളങ്ങളും ഇല്ലാതെ, ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇല്ലാതെ ഓർഗാനിക് വളങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളെന്നുള്ള ഒരു തരത്തിലായിരുന്നു അദ്ദേഹത്തിനെ പറഞ്ഞത്. അവിടുന്ന് അവര് പറഞ്ഞു ആ 3ാം നിര നേതാവിനെ കാണാൻ. അവിടെ നിന്നും അങ്ങനെ ഒരു മന്ത്രി ആകും എന്നുള്ള ഒരു തരത്തിലുള്ള സൂചനയും കിട്ടിയിരുന്നില്ല. പിന്നെ പറയുന്നത് 2ാം നിരയിലുള്ള നേതാവിനെ കാണാൻ. അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒരു രൂപം പുള്ളിക്കും കിട്ടുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഒരു ടാക്സി വിളിച്ച്, ടാക്സിക്കാരൻ വിചാരിച്ച സ്ഥലത്തു നിന്നും കിട്ടില്ലല്ലോ. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഓടി പത്രക്കാർ വയ്യാലൊക്കെ ഓടുന്നു. എങ്ങോട്ടാ പോകുന്നതൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ പാർട്ടി ഓഫീസിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും ഈ വലിയ കുന്തവും പിടിച്ച് ഓടുന്ന പത്രക്കാര് എല്ലാവരും കൂടി പുള്ളിയുടെ വയ്യാൽ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ടാക്സിയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചേരുന്നു. കൂട്ടിക്കൊണ്ടുപോയ ടാക്സിക്കാരൻ തന്നെ പ്രധാനമന്ത്രിയുടെ ആ ഓഫീസിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടത്. കാരണം അതിനുള്ളിലേക്ക് അങ്ങ് പോകാൻ പറ്റിയല്ലോ. അപ്പൊ ആ അവസരത്തിലും അവിടെ എല്ലാ പത്രക്കാരും നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഇയാൾ ഉള്ളിലേക്ക് അങ്ങ് പോയത് കൊണ്ട് ആർക്കും ഇയാളോട് സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഉള്ളിൽ പോയി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോ ആ മൊബൈൽ അവിടെ വാങ്ങി വെച്ചിട്ടാ ഉള്ളിലേക്ക് പോയത്. അതുകൊണ്ട് ഇത് ആരോടും വിളിച്ചു പറയാനുള്ള ചാൻസും കിട്ടിയില്ല. ഉള്ളെന്ന് പറഞ്ഞ ഇതിപ്പോ ആരോടും പുറത്തൊന്നും പറയണ്ട, പുറത്തൊന്നും അറിയിക്കുകയും വേണ്ട, നിങ്ങളെല്ലാവരും നിങ്ങളെ മനസ്സിന്റെ അകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി. മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ, വേറെ എല്ലാ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു, അലങ്കരിക്കാൻ പോകുന്ന ആണ് നിങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമാണ്
പുള്ളിയുടെ വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത്. പുള്ളിയുടെ വീട്ടിലേക്ക് സ്വന്തം ഭാര്യയെ വിളിച്ച് ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ഇവിടെ നമ്മളെ പത്രക്കാരൊക്കെ ഏകദേശം ഊഹമൊക്കെ വെച്ച് വീട്ടിന്റെ ചുറ്റും അങ്ങ് വന്ന് കൂടിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം ഫോൺ ഓഫാക്കി കീശയിൽ വെച്ച് മിണ്ടാതിരുന്നു. പിന്നെ വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ യാദർശികമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞയായിരുന്നു ജോർജ് കുര്യന്റെ. അദ്ദേഹം തന്നെ ചിന്തിക്കാതെ അതാണ് ബി ജെ പി. അതാണ് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ പറയും ബി ജെ പി ഒരു ഹിന്ദു പ്രസ്ഥാനമാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർ ഹിന്ദുക്കളല്ലാത്തവരെ തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയാറ്. പറയാറെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടല്ല, ബി ജെ പി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല. പക്ഷേ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ക്രിസ്ത്യാനികളുടെയും മുസ്ലിമുകളുടെയും വോട്ട് വാങ്ങി വിജയിച്ച് മുന്നോട്ട് വന്ന് ഈ അധികാരത്തിന്റെ അപ്പക്കഷ്ണം തിന്ന് സുഖിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവർക്ക് കൊടുത്ത ഒരടിയാണ്, മുഖത്ത് കൊടുത്ത ഒരടിയാണ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ വിചാരിക്കുന്നത്. മുഖത്തൻ ഇടത്തും വലത്തും വെച്ച് മോഡിജി കൊടുത്ത ഒരടിയാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അത്രയും വൃത്തികേടായിക്കൊണ്ട് ഏതെല്ലാം തരത്തില് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനെ താറടിച്ച് കാണിക്കുവാൻ പറ്റുമോ അത്രയും താറടിച്ച് കാണിച്ച ആൾക്കാരാണ് ഈ മറ്റുള്ള പ്രസ്ഥാനത്തിലെയും മറ്റ് മാധ്യമ സ്ഥാപനങ്ങളും ടി വി ആയാലും പത്രങ്ങളായാലും ആര് തന്നെ ആയാലും എഴുതി ചേർത്തിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ. അങ്ങനെ ഇരിക്കും ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ജോർജ് കുര്യൻ സീറോ മലബാർ സഭയിലെ, കേരളത്തിലെ സീറോ മലബാർ സഭയിലെ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ സഭയിലെ ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയാണ്. അദ്ദേഹം വെറുതെ പാർട്ടിയിലേക്ക് വലിഞ്ഞു കയറി അങ്ങനെ വന്ന് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരു സ്ഥാനം കിട്ടിയതൊന്നുമല്ല. അങ്ങനെ വിചാരിച്ചു വന്ന പല ആൾക്കാരും ഉണ്ട്. അവരൊക്കെ അങ്ങനെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. അത് അവിടെ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവും. ചിലവരൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആകാം, അത്രേ ഉള്ളൂ. പലവരും വന്ന് ഇന്നത്തെ ഈ ഒരു തള്ളിൽ ഒക്കെ വന്ന് കയറിയിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കും, അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇദ്ദേഹം 1980 മുതൽ ഭാരതീയ ജനതാ പാർട്ടി പിറന്നു വീണപ്പോൾ അന്ന് മുതൽ ഈ പ്രസ്ഥാനമായിട്ട് യോജിച്ച് പ്രസ്ഥാനം എന്തു പറയുന്നുവോ അത് അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. ഒരു തെറ്റുകളും ചെയ്യാതെ വളരെ വൃത്തിയായിട്ടുള്ള വളരെ സുന്ദരനായ ഒരു നേതാവായിരുന്നു ജോർജ് കുര്യൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അയാൾ ഈ 1980 വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വന്നു. അയാള് MA ഹിന്ദിയാണ്, MA ഹിന്ദിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ LLB പാസ്സായി, വക്കീലായി. അങ്ങനെ വിദ്യാഭ്യാസത്തിലും മുൻനിരയിലായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ചു നിന്ന് വളരെ ശക്തനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച, പാർട്ടി എന്തു പറയുന്നു അത് അതേപടി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. നമ്മള് പ്രസ്ഥാനത്തിന്റെ ഏതെല്ലാം പൊസിഷനിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യുവമോർച്ചയുടെ പല പൊസിഷനിലും ഇരുന്നിട്ടുണ്ട് അദ്ദേഹം. അങ്ങ് ജില്ലാ തലം മുതൽ അഖിലേന്ത്യാ തലം വരെ അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഇതായിട്ട് കാണാൻ പറ്റും. അദ്ദേഹം PK കൃഷ്ണദാസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു BJP.
അന്ന് ഞാൻ കോഴിക്കോട് ജില്ലയുടെ വൈസ് പ്രസിഡന്റായി യുവമോർച്ചയുടെ. ഞാനും അദ്ദേഹവും കേരള രക്ഷായാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൃഷ്ണദാസ് നടക്കുന്ന യാത്രയിൽ നടന്ന ആളാണ്. ഞാൻ മുഴുവനായിട്ട് നടന്നിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾക്കൊക്കെ പോയി വന്നുകൊണ്ടേക്ക് ഇരുന്നിരുന്ന നമ്മളെ ജയകൃഷ്ണൻ മാഷ് അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാവരും കൂടിയുള്ള ഒരു 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 കാൽനട ഒരു ജാഥയായിരുന്നു കേരള രക്ഷായാത്ര എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്ന് തുടങ്ങി അങ്ങ് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത്. അന്ന് ആ പരിപാടിക്കൊക്കെ വളരെ സജീവമായിട്ടുണ്ടായ ഒരാളായിരുന്നു ജോർജ് കുര്യൻ. എന്നെയൊക്കെ ഇന്ന് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ ഇന്ന് കേരള സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി കണ്ടിട്ട് ചിലപ്പോൾ ഓർമ്മയുണ്ടാവാമായിരിക്കാം. എങ്കിലും അയാൾ അങ്ങനെ മറക്കുന്ന ഒരാളല്ല. അയാൾ ഏതൊരു പ്രവർത്തകനെയും വളരെ ഓർമ്മിച്ചു നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചിലപ്പം ഓർമ്മയുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. ആ സമയത്തൊക്കെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണാനും അതൊക്കെ ഒരു മാതൃകയാക്കാനും സാധിച്ച ഒരാൾ കൂടി ആയിരുന്നു ഞാൻ എന്ന് ഞാനിവിടെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ആ യാത്രകളിൽ മുഴുവൻ. അങ്ങനെ പിന്നെയും അവിടുന്ന് പിന്നെ പാർട്ടിയുടെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു, അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ BJP-യിലേക്ക് വന്നു, BJP-യുടെ വക്താവായിട്ടുണ്ടായിരുന്നു, BJP-യുടെ കേരള ഓഫീസ് ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം O രാജഗോപാൽ സാറിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ, റെയിൽവേ സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത് OSD ആയിട്ട് പിന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല മേഖലകളിലും പ്രസ്ഥാനം ഏൽപ്പിച്ച ഓരോ പ്രവർത്തനത്തിലും എല്ലാ മേഖലകളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് രാജഗോപാൽ സാറിന്റെ ഓഫീസ് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊണ്ട് രാജേട്ടൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, ഇവിടെ മതങ്ങളെ അല്ല നോക്കേണ്ടത്. എൻ്റെ അടുത്ത്, ഞാൻ ഇന്ന് ഇന്ത്യയുടെ ജനങ്ങളുടെ മന്ത്രിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് പല മതസ്ഥരും പല വിശ്വാസങ്ങളിലുള്ളവരും പല തരത്തിലുള്ള ജനങ്ങൾ എൻ്റെ അടുത്ത് വരും. അവിടെ ആരുടെയും മതം നോക്കിയല്ല നിങ്ങൾ പെരുമാറേണ്ടത്. നിങ്ങൾ ജനങ്ങളെ സേവിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ജോലി ഏൽപ്പിക്കുന്നത് എന്ന് രാജേട്ടൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അഖിലേന്ത്യാ ഓഫീസിലുണ്ടായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതിയിൽ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കേരളത്തിലേക്ക് വന്നു. കേരളത്തിന്റെ സ്റ്റേറ്റ് ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത് പുള്ളിയായിരുന്നു. സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയി. അങ്ങനെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഡൽഹിയിൽ എപ്പോഴും എന്ത് പരിപാടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മുഴുവൻ അദ്ദേഹമായിരുന്നു അവിടെ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പാർട്ടി ഏൽപ്പിച്ചത് തന്നെ ഇദ്ദേഹത്തിനെ ആയിരുന്നു. അങ്ങനെ പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഈ മന്ത്രിസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്കും അത് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ്. ഈ ന്യൂനപക്ഷത്തിന് തന്നെ ഉള്ള ഒരു അംഗീകാരമാണ്. ന്യൂനപക്ഷത്തിന്റെ ഒരു മന്ത്രിയില്ല, കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷത്തിന്റെ ഒരു മന്ത്രിയില്ല എന്ന് പറയുന്ന എല്ലാവർക്കും മോഡിജി കൊടുത്ത ഒരു മറുപടിയാണ് കുര്യൻ, ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഈ വ്യക്തി. അദ്ദേഹത്തിന് ചില പോർട്ട്ഫോളിയോകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫിഷറീസ്, പിന്നെ ആനിമൽ ഹസ്ബൻഡറി, അങ്ങനെയുള്ള പിന്നെ ചില പോർട്ട്ഫോളിയോകളൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ന്യൂനപക്ഷ ബോർഡിന്റെ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനാണ്. അങ്ങനെയുള്ള ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹം ഇന്ന് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റും, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നാണ് BJP, ഇതിനു മുമ്പ് BJP-യിലുള്ളവർക്ക് ജോർജ് കുര്യനെ അറിയാമായിരുന്നു.
ജോർജ് കുര്യൻ എന്താണ്, ജോർജ് കുര്യൻ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് എന്നുള്ളത് ബിജെപിയിലുള്ളവർക്ക് അറിയാമായിരുന്നു. ഇന്ന് മന്ത്രിയായതോടുകൂടി കേരളത്തിലെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളവർക്കും എതിരായി നിന്നവർക്കും എതിരായി പറയുന്നവർക്കും ജോർജ് കുര്യൻ എന്ന ആ ഒരു സ്നേഹിക്കുന്ന പ്രതീകത്തിനെ മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത്. അതിലൂടെ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാനും പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാനും വരും കാലത്തിലെ ഇനിയും തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത് ജോർജ് കുര്യനൊക്കെ ഒരു വലിയ ഒരു സംഭാവന തന്നെ കേരളത്തിന് ചെയ്യാൻ വരും, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പക്ഷെ മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടേതാണ്, ഇനി പാർട്ടിയുടേത് മാത്രമല്ല എന്നുകൂടിയുണ്ട്. അയാൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മളെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്കും ക്രിസ്ത്യാനികൾക്കും ഇതൊരു വലിയ ഒരു ബി ജെ പി എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരവസരം കൂടിയാണ്. മണിപ്പൂർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ബി ജെ പിക്കാർ ക്രിസ്ത്യാനികൾ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മണിപ്പൂരില്. മേത്തികളും മറ്റേ കുക്കികളും തമ്മിലുള്ള അടികളൊക്കെ ബി ജെ പിക്കാർ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്നതാണെന്ന് വരെ പ്രചരിപ്പിച്ച് നടന്ന ജനതയാണ് ഇന്ന് ഈ കേരളത്തിലൊക്കെ ഉള്ളത്, ഇന്ത്യ രാജ്യത്തുമുള്ളത്. അവർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ്, ഒരു മുഖത്തുള്ള ഒരു അടിയാണ് ഈ ജോർജ് കുര്യനിലൂടെ മോഡി കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഇന്ന് പ്രഗത്ഭനായ ഒരു മന്ത്രി അദ്ദേഹം തന്നെയാണെന്ന കാര്യത്തിന് നമുക്ക് ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോർജ് കുര്യൻ എന്ന് പറയുന്ന മഹാത്മാ വ്യക്തിക്ക് ഒരു നിസ്വാർത്ഥ സേവകനാണ് അയാൾ. അയാൾ നിസ്വാർത്ഥമായി തന്നെ അയാൾക്ക് സേവിക്കാൻ പറ്റും രാജ്യത്തിനെ എന്നുള്ള കാര്യത്തിന് നമുക്ക് ആർക്കും തന്നെ ഒരു ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ കഴിവും ഉണ്ടാകട്ടെ, അയാൾക്ക് എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് ഡബിൾ ബാരൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ചാനലായ ഞങ്ങൾ കൂടി അദ്ദേഹത്തിനെ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിനെ ആശംസിക്കുവാനും കൂടിയുള്ള ഒരവസരമായി കൂടി ഇത് എടുക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ജോർജ് കുര്യൻ സാർ എന്ന് പറയുന്ന ന്യൂനപക്ഷക്കാർക്ക് ബി ജെ പി കൊടുത്ത ഈ ഒരു സമ്മാനത്തിനെ പറ്റി ഒരു ചെറിയ അവലോകനം നടത്തി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഇനിയും വരുന്ന ഇത്തരത്തിലുള്ള പല വീഡിയോകളും കാണാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അപ്പൊ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമസ്കാരം, നമസ്തേ.